കൂടുതൽ കണക്കുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. യുഎസ് ഇസ്രായേൽ ആക്രമണം ലക്ഷ്യമിട്ടത് ഇറാനിലെ 6668 കെട്ടിടങ്ങളാണ് എന്ന് റെഡ് ക്രസന്റ് ഇപ്പോൾ കണക്കുകൾ പുറത്തുവിടുന്നുണ്ട്. രക്ഷാപ്രവർത്തനത്തിനിടെ നിരവധി റെഡ് ക്രസന്റ് ജീവനക്കാർക്കുൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. ഇപ്പോൾ ജിദ്ദയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജലീൽ, അല്പസമയം മുമ്പ് ഇപ്പോൾ ദുബായ് വിമാനത്താവളം താൽക്കാലികമായി അടച്ചിടുന്നു എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. നിലവിൽ എന്താണ് സൗദിയിൽ ഉൾപ്പെടെ സാഹചര്യങ്ങൾ? അമൃത, ഗൾഫ് മേഖല കാതോർത്ത നിർണായകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ ടെഹ്റാനിൽ നിന്ന് വരുന്നത്. ആ ഒരു ആശ്വാസത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളിലേക്ക് ഇന്ന് പുലർച്ചെ ഉണ്ടായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയൻ നടത്തിയ പ്രസ്താവന പ്രവാസികൾക്കും അതോടൊപ്പം തന്നെ സ്വദേശികൾക്കും ഒക്കെ ഒരുപോലെ ആശ്വാസം നൽകുന്നതാണ്. തങ്ങൾക്ക് അയൽ രാജ്യങ്ങളോട് ശത്രുത ഇല്ലെന്നും അബദ്ധവശാൽ സംഭവിച്ച കാര്യങ്ങളിൽ ഖേദിക്കുന്നു എന്നുള്ള ഇറാന്റെ ഈ പരസ്യമായ മാപ്പ് ചോദിക്കൽ മേഖലയിലെ ഈ യുദ്ധഭീതിക്ക് തൽക്കാലം അറുതി വരുത്തും എന്നാണ് ഒരു പ്രതീക്ഷ. ഗൾഫ് രാജ്യങ്ങളെ ഈ യുദ്ധത്തിന്റെ ഭാഗമാക്കാൻ തങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല എന്ന ഇറാന്റെ പ്രഖ്യാപനം വലിയ പ്രതീക്ഷയോടെയാണ് പ്രവാസി സമൂഹം അതോടൊപ്പം തന്നെ സ്വദേശികളൊക്കെ കാണുന്നത്. സൗദിക്ക് നേരെ ഏറ്റവും കൂടുതൽ ആക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ ഷൈബ എണ്ണപ്പാടത്തിന് നേരെയും ഇന്ന് ആക്രമണം ഉണ്ടായിരുന്നു. ഇതാദ്യമായാണ് ഈ അറാംകോയുടെ ഷൈബ എണ്ണപ്പാടത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. 20 ഡ്രോണുകളാണ് ഇന്ന് സൗദി പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം 20 ഡ്രോണുകളാണ് ഈ ഷൈബ എണ്ണപ്പാടത്തിന് നേരെ ഉണ്ടായത്. അത് 5 തവണയായിട്ട് എല്ലാ ഡ്രോണുകളും സൗദി പ്രതിരോധ സേന തകർത്തു. അമേരിക്കൻ സ്ഥാപനങ്ങൾ മാത്രമായിരുന്നില്ല ലക്ഷ്യം. ഇപ്പോൾ നമുക്കറിയാം റസ്തന്നൂറയിലെ അറാംകോ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെയും നേരത്തെ 2 തവണ ആക്രമണം ഉണ്ടായി. എന്നാൽ ഇതിന് പിന്നിൽ തങ്ങളല്ല എന്ന് ഇറാൻ പറയുന്നുണ്ടെങ്കിൽ പോലും ഇതൊന്നും സൗദിയുടെ ഭാഗത്ത് നിന്ന് ഒരു സ്ഥിരീകരണം ഉണ്ടാകുകയും ചെയ്തിട്ടില്ല. ഇന്ന് തന്നെ ഈ ഷൈബ എണ്ണപ്പാടത്തിന് പുറമെ ഈ അൽഖർജിലുള്ള പ്രിൻസ് സുൽത്താൻ എയർബേസിന് നേരെ 3 തവണ മിസൈൽ ആക്രമണം ഉണ്ടായി, അതും തടുത്തു. അതിന് പുറമെ റിയാദ് നഗരത്തിന് നേരെ 2 തവണ ഡ്രോൺ ആക്രമണ ശ്രമവും ഉണ്ടായി, അതും സൗദി പ്രതിരോധ സേന തകർത്തു. ഏതായാലും സൗദിക്ക് നേരെ തുടർച്ചയായ ആക്രമണം ഇതുവരെ ഉണ്ടായി. അതിൽ ഏറ്റവും കൂടുതൽ ആക്രമണം ഉണ്ടായ ദിവസമാണ് ഇന്ന്. അതിന് പിന്നാലെയാണ് ഇറാനിൽ നിന്ന് ഒരു ആശ്വാസകരമായ ഒരു വാർത്ത റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും ഈ ഗൾഫ് മേഖലയിലും അതോടൊപ്പം തന്നെ ഗൾഫിലെ സ്വദേശികളും വിദേശികളും ഒക്കെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ പ്രഖ്യാപനത്തെ കാണുന്നത്. അമൃത, ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.